ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ നാളെ 6 മണിക്ക് വരും എന്നുള്ളത് അറിയിച്ചു. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സോണി മ്യൂസിക് എന്നുള്ളതും അറിയിച്ചു. പിന്നെ മിൻമിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെ കോയമ്പത്തൂരിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് കാന്തസ്വാമി ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഗോകുലം മൂവീസ് ആണ്. മിക്ക വലിയ പടങ്ങളുടെയും കേരള റൈറ്റ്സ് ഗോകുലം മൂവീസ് കൊടുക്കുന്നുണ്ട്, ശ്രീ ഗോകുലം മൂവീസ്. പിന്നെ പ്രദീപ് രംഗനാഥൻ്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിൻ്റെ. പിന്നെ പറഞ്ഞിരുന്നു വിഘ്നേഷ് ശിവൻ്റെ ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. അതിലും പ്രദീപ് രംഗനാഥൻ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു മോതിരത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ള രീതിയിൽ ടൈറ്റിൽ അറിയിച്ചു. LIK എന്നാണ് കൊടുത്തിട്ടുള്ളത്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 11 രാവിലെ വരും എന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ അതിൽ കൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. നല്ലൊരു രസമുള്ള പോസ്റ്ററായിട്ടാണ് തോന്നിയത്. പടം ഗംഭീരമാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഗംഭീരമാവട്ടെ. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. സൺസ്ക്രീൻ സ്റ്റുഡിയോസാണ് പടം എടുക്കുന്നത്. കൂടെ റോഡി പിക്ചേഴ്സും ഉണ്ട്. പിന്നെ മഴയിൽ പിടിക്കാത്ത മനിത എന്ന് പറഞ്ഞാൽ വിജയൻ്റെ പടത്തിൻ്റെ 8 days to go പോസ്റ്റർ വന്നു. പിന്നെ മാമ്പോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഏഷ്യൻ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഒരു റിയൽ ലയൺ വെച്ചിട്ട് പടം എടുക്കുന്നത്. അതൊരു പ്രത്യേകതയാണ് ഈ പടത്തിൻ്റെ. എന്തായാലും കുറേ പ്രൊമോഷൻ രീതിയിലായിട്ട് കുറേ കാലത്ത് പോസ്റ്റേഴ്സൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ G2 ഗൂഢാചാരി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിലത്തെ ഡയറക്ടർ വിനയ് കുമാർ ശരിഗിനിഡി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യോഗി ബാബു അഭിനയിക്കുന്ന പടത്തിലത്തെ ട്രെയിലർ നാളെ 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ഫിർ മസീൻ ദിൽറൂബ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അതിൻ്റെ ട്രെയിലർ ഇന്ന് വരും എന്ന് പറഞ്ഞാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലറായിട്ടാണ് തോന്നിയത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് പടം ഇറങ്ങാൻ പോകുന്നത്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം, ഷൈനികാണ് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത്. തമിഴിലെ ആളുടെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ആ പടത്തിൻ്റെ ടീച്ചറും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു നല്ല ടീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ ഡബിൾ ഐസ്മെൻറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ സഞ്ജയ് ദത്താണ് വില്ലനായി എത്തുന്നത്. അപ്പോൾ ആളുടെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹിസ് 3 daughters എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 20 പുറത്തിറങ്ങുന്നതായിരിക്കും. തിയേറ്ററിലും വരും. ചില സെലക്ടഡ് തിയേറ്റേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എന്താണെന്നുള്ള അറിയില്ല. ചിലപ്പോൾ 20 ആയിരിക്കാം. എന്തായാലും എലിസബത്ത് ഓൾസനൊക്കെ മെയിൻ കഥാപാത്രമായി എത്തുന്നുണ്ട്. പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസ് അഭിനയിക്കുന്ന പടം, സ്വാമിയാണ് പടം എടുത്തിട്ടുള്ളത്. അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. നാളെയാണ് പടം പുറത്തിറങ്ങുന്നത്. പിന്നെ രായ എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ധനുഷ് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. ആ പടം നാളെയാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹി എന്ന് പറഞ്ഞ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ 26 OTT റിലീസാകുന്നുള്ള അറിയിച്ചു. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ റെപ്പൽ ഡപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞ പടത്തിലത്തെ വട്ടപ്പൊട്ടുകാരി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിലത്തെ ഹലേലൂജ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ 26 5 മണിക്ക് പുറത്തിറങ്ങും എന്നുള്ള അറിയിച്ചു. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടം 1100 കോടി നേടി എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ സൂര്യയുടെ കങ്കു എന്ന് പറഞ്ഞിട്ടുള്ള പടം, ശിവയാണ് പടം എടുക്കുന്നത്. പടത്തിൻ്റെ ഹൈപ്പ് ഇപ്പോൾ അത്യാവശ്യം മുകളിലായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ ഓഗസ്റ്റിൽ എന്നുവെച്ചാൽ അടുത്ത മാസം വരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് വെച്ചാൽ കൺഫേം ആയ ഒരു ന്യൂസാണ്. ശിവ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് പകുതിയോടെ കൂടിയിട്ടായിരിക്കും മിക്കവാറും ട്രെയിലർ പുറത്തിറക്കുക. നേരത്തെ എന്തായാലും അവർ ട്രെയിലർ പുറത്തിറങ്ങുന്നത്. പിന്നെ ഈ പടത്തിൽ കാർത്തി ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും സെക്കൻഡ് പാർട്ടിക്കുള്ള ലീഡ് മാതിരിയാവും കാർത്തിന് കൊണ്ടുണ്ടാവുക. വരികയാണെങ്കിൽ എന്തായാലും വന്നു കഴിഞ്ഞാൽ പൊളിക്കും. പിന്നെ സൂര്യ 43 പുരാണം 100 എന്ന് പറഞ്ഞിട്ട് സുധാകരൻ എടുക്കാൻ വെച്ചിരുന്ന പടമാണ്. അത് ഏപ്രിലിലൊട്ട് സ്റ്റാർട്ടാകാമായിരുന്ന എന്തൊക്കെ കാരണം അത് നീണ്ടുപോയി. അപ്പോൾ അത് ഡ്രോപ്പായി. ശിവകാർത്തികേയനാണെങ്കിൽ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പടം ഡ്രോപ്പായിട്ടില്ല. അത് സുധാകരൻ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും മുന്നേ അറിയിച്ചിരുന്ന പോലെ ജയപ്രകാശ് മ്യൂസിക് ചെയ്യും, സൂര്യ നായകനാകും, അതേമാതിരി കൂടെ ദുൽഖർ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എപ്പോഴായാലും സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ന്യൂസ്. പിന്നെ തളപതി 69 H വിനോദ് എടുക്കുന്ന തളപതി വിജയുടെ 69ാമത്തെ പടം. ആ പടത്തിൽ കമൽഹാസ് അഭിനയിക്കുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. വിജയ് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ക്ഷണിച്ചെന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിന് മുന്നേ തന്നെ മോഹൻലാൽ ഉണ്ടാവും എന്നുള്ള രീതിയിലും കേട്ടിരുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ 2 ആൾക്കാരും ഉണ്ടാവും എന്നുള്ള രീതിയിൽ, ഫേക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്നില്ല. പക്ഷെ ഒക്കെ കൺഫേം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം 2 ആൾക്കാരും. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരള തിയേറ്ററിക്കൽ റൈറ്റ്സ് ശ്രീ ഗോകുലം മൂവീസ് തന്നെ എടുത്തിട്ടുള്ളത്. 17 കോടിക്കാണ് പടത്തിൻ്റെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ വലിയ തൂക്കാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയോ എന്ന് പറഞ്ഞാൽ 16 കോടിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കോടി കൂടുതൽ കൊടുത്തിട്ടാണ് ഇപ്രാവശ്യം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടം ഇവിടെ ഇറക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ തളപതി വിജയ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് വേറെ ലെവലായിട്ടുണ്ട് എന്നുള്ളതാണ് ആളുടെ റെസ്പോൺസ് എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ അനുസരിച്ച് എന്തായാലും പടം കൊടുത്തും വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.